തേലക്കാട് കൂടി ചേരുന്നുണ്ട്. ഫാദർ, ഇവിടെ എത്ര വലിയ അക്രമമാണ്, അതായത് കാലങ്ങളായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെ. ഇപ്പം നേരത്തെ MLA റോജി പറഞ്ഞതുപോലെ ഒന്നുകിൽ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിൽ മാറി മാറി ഈ ആക്രമണം നേരിടേണ്ട അവസ്ഥയാണ് രാജ്യത്ത്. ഇതിൽ പ്രതിഷേധിച്ചിട്ട് പോലും, അതായത് ഒരു 10-20 ദിവസം മുമ്പ് നമ്മൾ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നതാണ്. പാർലമെന്റിൽ പ്രതിഷേധിച്ചു. അതിന് പുറത്ത് കേരളത്തിൽ നിന്നൊരു വലിയ സംഘം തന്നെ അവിടെ ഇവർക്ക് വേണ്ടി നിന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ 2014 ഹിന്ദു ഇന്റർനാഷണൽ കോൺഗ്രസ് ഡൽഹി പ്രഖ്യാപിച്ചാണ് 5 മലീഷ്യസ് ഗ്രൂപ്പ്സ്. അതിൽപ്പെട്ടവരാണ് മിഷണറിമാരും മുസ്ലിങ്ങളും മാർക്സിസ്റ്റുകളും ഒക്കെ അതിനകത്ത് പെട്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ശത്രുക്കളാണ്. അങ്ങനെ അവർ നിരന്തരമായി വേട്ടയ്ക്ക് ശ്രമിക്കുന്നു. അവരുടെ പ്രത്യയശാസ്ത്രമാണ്. ഇവിടെ അരമനകളിൽ കയറുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ ഇരട്ടത്താപാണെന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് അത് നടത്തുന്നത്. അത് അവർക്ക് നടത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ മേൽജാതി ആധിപത്യം, ബ്രാഹ്മണാധിപത്യം, ഈ ആധിപത്യത്തിന് വിധേയമാകാത്ത സാധാരണക്കാരെ എംപവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദളിതരെയും ആദിവാസികളെയും വനവാസികളെയും ഒക്കെ എംപവർ ചെയ്യുന്നുള്ളതാണ് ക്രൈസ്തവർ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമായി അവർ കാണുന്നത്. അവർക്ക് അവരുടെ സ്ഥിരമായി നൂറ്റാണ്ടുകളായി അടിമകളായി വെച്ചിരുന്നവർ സ്വതന്ത്രരാകാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് ഒരിക്കലും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവർ വേട്ടയാടുന്നത്. ആ വേട്ട തുടരുകയും ചെയ്യും. അത് ന്യൂനപക്ഷങ്ങളെയും, അത് ക്രൈസ്തവരാകാം, മാർക്സിസ്റ്റുകാരാകാം, മെക്കോളിസ്റ്റുകൾ എന്ന് ഇംഗ്ലീഷ് പറയുന്നവരാകാം, അവർക്ക് ശത്രുക്കളായി കണ്ടിട്ടില്ല ആരെയും. അവർ വേട്ടയാടുന്ന ഒരു സംസ്കാരവും ഒരു ഹേറ്റിന്റെ, ഒരു വിചിത്രമായ വെറുപ്പിന്റെ സംസ്കാരവും ഈ നാടുകളിലെല്ലാം BJP ഭരിക്കുന്ന എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെറുപ്പിന്റെ സംസ്കാരം അത് ഭൂരിപക്ഷത്തും ഈ പറയുന്ന BJP സർക്കാരുകളെ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? കഴിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്, ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലാണ് എന്ന്. അത്തരത്തിലൊരു ഒരു ചെറിയ വിഷയമായോ ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സമരസപ്പെടുന്ന രീതിയിലോ അതിനെ കൈകാര്യം ചെയ്താൽ മതിയോ? ഇത് അങ്ങനെ സമരസപ്പെടുന്ന ഒരു പരിപാടിയാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ ഒരു മാറ്റവും വന്നിട്ടുള്ളതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ പ്രത്യയശാസ്ത്രം ഒരു ഫാസിസമാണ്. അത് ഒരു ജാതിയുടെ മേൽക്കോയ്മയാണ്. അതുണ്ടാകുന്നിടത്തോളം കാലം ഇത് നിലനിൽക്കും. ഇവിടെ ഭാരതത്തിന്റെ ഭരണഘടനയൊക്കെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവരൊക്കെ എല്ലാവരെയും സ്വീകരിക്കുന്നവരും സെക്യുലർ മനോഭാവമുള്ളവരുമാണ്. അവരുടെ ഏകീകരണവും അവരുടെ ശക്തമായ മുന്നേറ്റവും പ്രതിഷേധവുമായിരിക്കും ഇതിനുള്ള ഏകമായ പോംവഴി. അതാണ് നടക്കേണ്ടത്. അതാണ് ഭാരതം മുഴുവൻ ആ ജനകീയ മുന്നേറ്റമാണ് ഇതിനെതിരെ ഉണ്ടാകേണ്ടത്. ശരി, താങ്ക് യു ഫാദർ പ്രതികരിച്ചു തന്നെ.